കഴിഞ്ഞ ദിവസം ഞാൻ മെൻറ്റർ ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന ഒരു പ്രോബ്ലം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഏത് വിധേനയും തൻ്റെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണം, പക്ഷെ എത്തുന്നില്ല. എത്ര എഫേർട്ട് ഇട്ടിട്ടും ബിസിനസ് നീങ്ങുന്നില്ല. അതെന്താണെന്ന് അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മെൻറ്ററിങ് സെഷൻ ഒരു 3-4 സെഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തെ ചെക്ക് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ കൃത്യമായി നടന്നിരിക്കണം. 1, അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. അങ്ങനെ ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ട് കാര്യമില്ല. അങ്ങനെ ആക്ട് ചെയ്യണം. ഞാൻ വിശദീകരിക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണം, നിങ്ങളുടെ ജീവിതം മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അവിടെ എങ്ങനെയാണോ ആ ലെവലിൽ ഒരാൾ ചിന്തിക്കുന്നത് ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലെ സൂപ്പർ സ്റ്റാർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ലൊരു പെർഫോമർ ആവണം, നിങ്ങളൊരു ബിസിനസ് മാൻ ആവണം, സക്സസ്ഫുൾ ആയൊരു ബിസിനസ് മാൻ ആവണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസർ ആവണം, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ജോലി അച്ചീവ് ചെയ്യണം. ഇതൊക്കെയാണ് പ്ലാനെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ചിന്തിക്കും എന്നാലോചിക്കണം. അത് പ്ലാൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ബോധപൂർവം ആ ചിന്തകളെ പ്രാക്ടീസ് ചെയ്യണം. നിരന്തരമായിട്ട് പ്രാക്ടീസ്. നമ്മുടെ ബ്രെയിനൊന്നും സമ്മതിക്കില്ല, കാരണം ബ്രെയിൻ ഓൾറെഡി പ്രോഗ്രാംഡാണ്. അപ്പം അതിന് പരിചയമില്ലാത്തൊരു ചിന്ത നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് തള്ളിക്കളയും. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് മറ്റു ചില കാര്യങ്ങൾ ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ ഫീലിങ്സിൻ്റെ ആവശ്യം. നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യണം. ഒരു ബിസിനസ് മാന്, ഒരു സക്സസ്ഫുൾ ആയ ബിസിനസ് മാന്, അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞ ഒരാൾക്ക്, അല്ലെങ്കിൽ മത്സര പരീക്ഷ വിജയിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം നേടിയ ഒരാൾക്ക് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, എങ്ങനെയായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അയാളുടെ ഫീലിങ്സിനനുസരിച്ച ഫീലിംഗ് തന്നെയാണോ നമ്മളിലുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണെങ്കിൽ, നിരാശയുടെ ഫീലിങ്ങിലാണെങ്കിൽ, ലോ വൈബ്രേഷനുള്ള താണ വൈബ്രേഷനുള്ള ചിന്തകളിലാണെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു പേര് ലോ ഓഫ് വൈബ്രേഷൻ. നിങ്ങൾ എന്താണോ അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് വളരെ താണ നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ താണ നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതം പോകും. അതേപോലെ തന്നെയാണ് നിങ്ങൾ ആക്ട് ചെയ്യുക എന്ന് പറയുന്നത്. എന്താ ആക്ട് ചെയ്യുക? അങ്ങനെ ഒരാൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അയാളുടെ ശരീരത്തെ അയാൾ എങ്ങനെയായിരിക്കും കീപ്പ് ചെയ്യുന്നത്, അയാളുടെ തല എങ്ങനെയായിരിക്കും വെക്കുന്നത്, അയാൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്, നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ആള് അയാൾ എങ്ങനെയാണെന്ന് വാച്ച് ചെയ്യുക. അതുപോലെ നിൽക്കാനും അതുപോലെ ബോഡി മൂവ്മെൻറ്റ് നടത്താനും അവർ ശ്വസിക്കുന്നത് പോലും കോപ്പി ചെയ്യണം. കാരണം അവർ റിലാക്സ്ഡ് ആയിട്ട് ശ്വസിക്കുന്നതും അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെങ്ങനെ ചെയ്യുന്നു ആ ഒരു കാംനെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി ചെയ്യണം. ഈ 3ഉം കൂടെ ലിങ്ക് ആവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സഫലമായിട്ട് മാറും. ഈ 3ഉം കൃത്യമായിട്ട് ലിങ്ക് ആവുന്നിടത്ത് മാത്രമാണ് ജീവിതം കൃത്യമായിട്ട് വിജയമായിട്ട് മാറും. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യണം. കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യണം. എങ്ങനെ ലിസ്റ്റ് ചെയ്യണം? നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണം നിങ്ങൾ എഴുതി ഉണ്ടാക്കണം. നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കണം എഴുതി ഉണ്ടാക്കണം. നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യണം ബോധപൂർവ്വം നിങ്ങളുടെ ബോഡിയെ പഠിപ്പിക്കണം. അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും തലച്ചോറിനകത്തും ആ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരാളായിട്ട് മാറും. നിങ്ങൾ ആരായിട്ട് മാറുന്നുവോ അതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ മാറും. നിങ്ങൾ ആരായിട്ട് മാറുന്നുവോ, നിങ്ങൾ ആരാണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾ വളരെ താണ നിലവാരത്തിലാണെങ്കിൽ താണ നിലവാരത്തെ അട്രാക്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോകളിൽ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ മറന്നു പോകാതെ ചെയ്യാം. നന്നായിട്ട് ഫീൽ ചെയ്യുക. അയാൾക്ക് എന്ത് ഫീലിങ്സ് ഉണ്ടോ ഫീൽ ചെയ്യുക. അതേപോലെ ചിന്തിക്കുക. ഒരു ബിസിനസ് മാൻ, ഒരു വിജയിച്ച ആള്, ഒരു ജേതാവ്, ഒരു ബാങ്ക് ഓഫീസർ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെങ്ങനെ ചിന്തിക്കുന്നുവോ ആ നിലവാരത്തിൽ ചിന്തിക്കുക. അതേപോലെ ആക്ട് ചെയ്യുക. അവരെങ്ങനെ നടക്കുന്നുവോ, അവരെങ്ങനെ ഇരിക്കുന്നുവോ, അവരുടെ എനർജി ലെവൽ എന്താണ്, അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മാറും.